ബ്രോ എനിക്ക് ഈ എക്സ്ചേഞ്ച് നടക്കാന്നില്ല, പൈസ ഇല്ലെന്നാ കാണിക്കുന്നത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോ. ബ്രോ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമ്മുടെ അടുത്ത് 2 ഗണ്ണ് ഇങ്ങനെ സെല്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പൊ ഒന്ന് ഗൺ ഫോർ സെയിൽ കണ്ടിട്ട് 1500 ഇടാൻ പറ്റുമോ? ഇങ്ങനെ ഞാൻ പറഞ്ഞ T/Extat T/Extat എന്നിട്ട് ഒരു ഇത്തിരി സ്പേസ് ഇട്ടിട്ട് ഗൺ ഫോർ സെയിൽ കണക്ട് 59. ഗണ്ണിന്റെ സ്പെല്ലിംഗ് ഗൺ ഫോർ സെയിൽ കണക്ട് 59. അങ്ങനെ അച്ചു ഹലോ ബ്രോയെ അത് നമ്മുടെ ഹെലി പ്രിയ ഹാനാട്ടാ. ഹലോ പ്രിയ ഹാനാണേ. എന്നാണോ കളിയാക്കുന്ന നിങ്ങൾ നമ്മളെ സൗണ്ടിനെ കളിയാക്കല്ലേ ബ്രോ? സൗണ്ടിനെ என்ன போல ഒരു കണ്ണിന് 5 കോടി, 2 കണ്ണിന് 10 കോടി, 5 കോടി വാങ്ങി. അതല്ല ബ്രോ, ഇത് എത്ര ശതമാനം? ഓ അതെ മുള്ളു അണ്ണൻ ജെറ്റ് ബില്ലിങ് വന്നാ മതി. ജെറ്റ് ബില്ലിങ് കേക്കാവോ? കരിമീനെ എടാ, നമ്മൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മള് ജെറ്റ് ബില്ലിങ് ഉണ്ടാവേ. അല്ലല്ല നമ്മളൊരു ഗൺ സെയിൽ നടത്താൻ പോവുകയാണ്. 5 കോടിയെങ്കിൽ 5 കോടി. എന്താണ് ബ്രോ എന്നെ നൗന്നിങ്ങനെ ബ്രോ സോറി. മെറ്റന്നെ വന്നാ നിന്നും ബ്രോ, വേറെ ആരെങ്കിലും പൈസ കൊണ്ട് വന്നാ ഞാൻ കൊടുക്കും. ഏതായി മൊട്ടനൊക്കെ ഇവനൊക്കെ ഏതാ തളപതിയാണോ അത്? എടാ ഇക്രു മാസ്ക് പോലും ഇല്ലടാ പുണ്ടച്ചി മോനെ. ഞാൻ പോയി മാസ്ക് വാ ഒരുമിച്ച് വാ, എല്ലാ പ്ലക്കും എന്നെ ഇവിടെ ഇട്ട് തുണി എടുത്തിട്ട് ചേരാ. ചാടിച്ചാടിയായിരുന്നല്ലേ അമ്മനാണെ ഇപ്പൊ പ്ലക്കും. ഇപ്പൊ കയ്യിനാണോ മഞ്ഞ? കയ്യിനാണോ മഞ്ഞ അല്ലേ അക്കൗണ്ടിനാണോ? കയ്യിലെ പൈസ ഞാനെന്നെങ്കിൽ കയ്യിന് മഞ്ഞ എന്നെ ഇന്നലാ ഇതേ മോനെ ഒറ്റൻ എന്നെ ഞാനും വാങ്ങിച്ചിട്ട് എന്നെ അടിച്ച് കൊന്ന്. ഞാൻ കൈ പൊക്കി നിക്കാ. വേണ്ട എനിക്ക് ഞാനുമില്ല, എന്നെ അടുത്താണോ വരണ്ടേ? അവൻ വാങ്ങിച്ചോളും.
ഇങ്ങനെ ഇറ്റ് തന്നെ നമുക്ക് വിശ്വാസം വരുമല്ലോ പിന്നെ വാങ്ങിക്കണ്ടേ ബ്രോ എന്നാ ഒരു 5 കോടി താ 5 കോടി അത് ഞാൻ 2 കണ്ണം കൊണ്ടുതരാം 5 കോടി തന്നെ നിങ്ങൾ പോവാൻ എന്റെ ഒരു ഞാൻ മോനെ ഞാൻ ഇവിടെ നിൽക്കുവന്നെ ഞാൻ ചായത്ര അടിച്ചിരിക്കാം വേണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ അടിച്ചു കൊന്നോ എന്നെ പൊന്നെ ബ്രോ ഞാൻ മനിന്നെങ്കേക്ക് എന്നെ കഴിഞ്ഞ് ഇപ്പൊ 2 കണ്ണ ഉള്ളത് നോ 5 കോടി തന്നാ ഞാൻ 1 കണ്ണം കൊണ്ട് തരാം അല്ലെങ്കിൽ 2 കണ്ണം തരാം ആദ്യം 5 കോടി താ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഞാൻ എന്നെ 5 കോടി പോകല്ലോ ഇന്നലെ എന്നെ ആച്ചു കൊന്ന് എന്നെ ആച്ചു കൊന്ന് എന്നെ 2 കണ്ണും പോയി എനിക്ക് ഞാനപ്പോ എങ്ങനെ മിച്ചം ഇന്നലെ വന്നവരും പറഞ്ഞത് ഇത് നമുക്ക് ഇങ്ങനെ വിശ്വസിക്കും അവര് വന്നാലും അവര് എങ്ങനെ വിശ്വസിക്കും ഞാൻ പോവാ ഇന്നലെ വന്നവരും പറഞ്ഞത് ഞാൻ പോവാ ചെറിയ വലിയ ഓഫറൊക്കെ തന്നിട്ട് ഇങ്ങനെ പറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതാണ് നിങ്ങൾ ചോദിക്കുന്നത് നീനുള്ള എല്ലാ എണ്ണം വേറെ കൊടുക്കാം അവർക്ക് അവർക്ക് വിശ്വാസമില്ല ഹലോ അയ്യോ എന്റെ പേര് അവർക്ക് വിൽക്കാവുന്നില്ല നമുക്ക് അടുത്ത കൊടുക്കാം നമുക്ക് പോവാ പൈസ തരും നമ്മൾ ഉറപ്പാണ് അങ്ങനെ ആദ്യം പകഞ്ഞ് പൈന എന്നിന്റെ കണ്ണ ആദ്യം പൈസ ഒരു കടയിൽ പോയാലും മാറ്റിട്ടല്ലേ പൈസ ബ്രോ അത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് ബ്രോ അത് കടയല്ലേ ഇത് കടയല്ലല്ലോ ഇത് നമുക്ക് ഉറപ്പില്ല ബ്രോ ഇന്നലെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ പറ്റിച്ചത് എന്നെ 5 കൊന്നു ബ്രോ എന്നെ 5 കൊന്നു ഒരു ശാന കൈ തന്നെ പൈസ കൊടുക്കുന്നത് ഇത് പൈസ പൈസ ചോദിക്കുന്നില്ല 5 കോണിക്ക് 2 കൺ ഹലോ നമുക്ക് എന്നെ വേണോ ആ கொஞ்சம் മുമ്പോട്ട് വരാമോ ഇങ്ങോട്ട് അങ്ങോട്ട് പോണാ എണ്ണ നീനാക്കാണാ നീ വാ ഇടിക്കുന്ന മച്ചനൊന്ന് ഇടിക്കുന്നാണ് വണ്ടി വന്നോ ബ്രോ ഇനിയിപ്പം കൊറേ പേര് വന്നല്ലോ ഇവിടെ മഞ്ഞിന് വണ്ടി ഇരിക്കുന്ന ബ്രോ ഹലോ മാക്നോനോ മഞ്ഞ ബ്രോ വണ്ടി കൊച്ചിനെ എന്നെ വേണം വേണ്ടയോ എന്നെ വേണം എന്നാ അങ്ങോട്ട് ഉള്ളില് വാ അതിന്റെ ഉള്ളില് ജെറ്റിന്റെ ഉള്ളില് മോനെ മോനെ ആള് മിൽക്ക് എന്തോ ആണ് അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആള് മിനിക്നി എന്തോ ആണ് മിനിക്നി എനിക്ക് ഇങ്ങനെ വന്നേ ഇവിടെ വന്നേ വന്നതാ നീ വണ്ടി ഇരിക്കുന്ന ഹലോ ഇവനെ 5 കൊല്ലാം വണ്ടി 5 കൊല്ലാം ഇവനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എനിക്കും കൊല്ലാം ഇവനെ അങ്ങ് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് കൊല്ലല്ലേ എന്നാ കൊല്ലല്ലേന്ന് പറയുന്നോ കൊല്ലി പിന്നാലെ വന്നിട്ട് ഇവനെ തീറ്റിട്ട് പോവാം വൈ വന്നതിന് മുന്നേ വണ്ടി ഞങ്ങൾ എല്ലാം കൊല്ലും 1 2 3 അവള് അങ്ങനെ എന്തോ ആണ് അവള് പിന്നെ അവൻ കണ്ടെടുത്ത് അഞ്ച് നമ്മളെ അടിച്ചവൻ തീർക്ക അവന്റെ കുണ്ടി വെച്ച് പൊച്ചിക്ക് അവൻ
അവൻ അയച്ചടാ എന്റെ മിയോയിലുണ്ട്. ആടാ ഫയർ ചെയ്ത് നമ്മളവൻ നോന്റെ മൈൻ നോ മഞ്ഞ് വന്നി കവറിംഗ് ഇത് എന്നോ ഒരു വള്ളി ഉള്ള പോലെ മണക്കുന്നു. ഇതെന്താ പ്ലക്കലാണെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെ എന്നോ വലിയ പ്ലക്കൽ മണക്കുന്നു. വേണ്ട ആവശ്യമില്ലാത്തതാണെങ്കിൽ വിട്ടോ. ഇഷ്ടംപോലെ ആന വന്നവിടാ നമ്മളെങ്ങനെ വിൽക്കും? ഞന്ന് കന്നും നൂന് മേനും അവനെ വന്നത്. ഞാൻ എങ്ങനെ വിൽക്കും? ഞാൻ എങ്ങനെ വിൽക്കും? ഒന്നും പറഞ്ഞേ. ഇന്നാര് ഗന്നെ കൊടുക്കുന്നില്ല നമ്മള് കൊടുക്കുന്നില്ല. സമയമില്ല. ഹലോ അവള് GNR ആട്ടാ. അവള് GNR ഇന്നാൾ ടക്കായ പൊട്ടിച്ചത്. ഇതൊരു പടയനുണ്ടല്ലോടാ. അലി ഇവ് അല്ലെ അടിക്കേണ്ടി വരും കേട്ടാ. ബാക്കപ്പ് പോണേ നിനക്ക് ആണോ? അടി എടാ എന്താ നിനക്ക് മോനെ കഴിക്കണോ നിനക്ക്? ആൾക്കാർ പിടിക്കണ ചുമ്മാ ഭിത്തി വന്നിരു നീ. നല്ലൊരു കവർ കിട്ടിയ നമുക്ക് ഇത്ര വക്കാവുന്നുള്ളൂ പിള്ളേ. ദേവകുട്ടി അപ്പാപ്പന്റെ ഗേൾഫ്രണ്ട്. ഓക്കെ TV ആണെന്നൊക്കെ പറയുന്നത്. GNR ഇന്നലെ ഓടിച്ചേ പോയി. മാർക്ക് ഇവിടെ നമ്മളെ ഗ്യാസ് ഒന്നും കേട്ടല്ലേ? പോയ പയ്യന്മാര് പോകുന്നില്ല. നീ ലൈവാണല്ലേ? സോറി മറന്നുപോയി. മൈ ബാഡ് സോറി. പൈമാര് പോയി അല്ലേ? അവിടെ നമ്മള് പോടാ. ഓ അത് വല്ല റേസിംഗ് കാർ അല്ലേ? ഇറങ്ങി അടിക്കുന്നത് കോള കൊടുക്കുന്നേ. കറയും കളി ഇവിടെ തന്നെ. ഇവിടുന്ന് കറങ്ങ. നമുക്ക് ഏതെങ്കിലും വീട്ടിന്റെ മണ്ടേ കയറിയല്ലേ? ആ വണ്ടിക്ക് പറിച്ച കൺട്രോൾ ആളി ഈ വണ്ടിക്ക് പോലെ അല്ല. അല്ല ഏതെങ്കിലും വീട്ടിന്റെ മണ്ടേ കയറാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വൺ വേ ഓപ്ഷൻസ് ഇതിന്റെ മണ്ടേ കയറാൻ പറ്റും. എന്നാ നമ്മുടെ മറ്റേ വൺ വേ ബിൽഡിംഗ് കയറേണ്ടി വരും. ഇവിടെ പെട്ടെന്ന് വരാൻ വൺ വേ ബിൽഡിംഗ് കുത്തട്ടെന്നാ. ഓ കുത്തിക്കോ. ഈ വണ്ടി വെച്ചിട്ട് കസ്റ്റം വണ്ടി വെച്ചിട്ടാണ് ഇവൻ വള്ളി നോക്കുന്നു. പോയിട്ട് ഓട്ടിക്കുന്നത്. പക്ഷെ കസ്റ്റം വണ്ടി വെച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോടാ. സിറ്റുവേഷൻ എടുക്കാൻ പാടില്ല സിറ്റുവേഷൻ ഇവിടെ വേണ്ട ഇത് ഈ വൺമേ വേണ്ടേ? ദൂമ്പല്ലേ വേറെ എവിടെയെങ്കിലും പോ. ഇങ്ങോട്ടോ നേരെ പോ. റൈറ്റ് എടു. ഒന്ന് പെട്ടെന്ന് വാണാക്കുണ്ടാണ്. ജെട്ടി ബിൽഡിംഗ് വാ. എന്നാ അവിടെ തന്നെ ഗ്യാങ് ക്ലാസ് ഒന്നും ഇട്ട് നിക്കില്ല ദൈവത്തെ ഓർത്ത്. സിറ്റിസൺ പിന്നെ നീ അങ്ങ് ഓക്കുന്നീ വണ്ടി സിറ്റിസൺ
എത്ര വണ്ടിയുടെ ബാക്കിൽ വരുന്ന നോക്കി. അയ്യോ 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 ഒരു കടലിളക്കി ഇരുന്നടാ, കടലിളക്കി ഇരുന്ന് ഗേഗോസിന്റെ അടുത്തെത്തി നമ്മള്. മാർക്ക് മാർക്ക് മാർക്ക്. എടാ കുണ്ണേ, ഇവിടെ എവിടെയും കുത്തിയാല. നമ്മള് ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് കുത്തിയല്ല. ആ അവിടെ കുത്ത, അവിടെ കുത്തി. ആ നമ്മൾ ചെയ്ത് 2 സ്റ്റെയർസിൽ നോക്കാം, അതേ നടക്കുള്ളൂ. ഈ കുണ്ണോളൊന്നും എത്തുന്നില്ല. ഈ പറയനെ കൊണ്ടല്ലേ ശല്യം അല്ല കുണ്ണയെ കൊണ്ട്. പറയണവേ പറ. ജെറ്റ് ബിൽഡിംഗ് ഓപ്പോസിറ്റ് ബിൽഡിംഗ്, ജെറ്റ് ബിൽഡിംഗ് ഓപ്പോസിറ്റ്. ഇവിടെ കുത്തു, ഇവിടെ കുത്തു. വണ്ടി മാറ്റണം, ബ്രേക്ക് മാറ്റി മാറ്റി. ഞാൻ മറ്റേ നമ്മുടെ ഗ്യാങ് വണ്ടി ഇടും, പഴയ ഗ്യാങ് വണ്ടി ഇടും. നീ അപ്പുറത്തോക്കെ, നീ അപ്പുറത്തോക്കെ, നീ അപ്പുറത്ത് നോക്കണേ. ദേ അവിടെ 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 ദേ ദേ അവിടെ 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 ദേ ദേ ദേ. ഓ അല്ലടാ, ഞാൻ ഗ്യാങ് വണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ? ഗ്യാങ് വണ്ടി യൂസ് ചെയ്യല്ലേ വിളിക്കേ? എനിക്ക് വരാൻ പറ്റൂല, അതാണ് പൊട്ടത്തരം ചെയ്ത് നോക്കില്ല കേട്ടാ. എനിക്കൊരു വിൽക്കുവാണേ മയില് വാ എന്നാ. പിള്ളേ കേറണേ പറയണേ, നിന്റെ അടുത്ത് കേറണേ പറയണേ. ഒരു R34 കുറെ വണ്ടി അതൊക്കെയാണ്. ഓ അതേപോലെ തന്നെ അതേപോലെ തന്നെ കൊറേ ഒരു ജീപ്പും ഒരു ഫ്രീ വണ്ടിയും 2 ഫ്രീ വണ്ടി. അയ്യോ എത്ര വണ്ടിയാ അവിടെ. അല്ലെ ജെട്ടിപ്പള്ളി കയറുവാണേ, ഇപ്പൊ കയറുന്നോണ്ട് നമ്മളാണ് ജെട്ടിപ്പള്ളി. ചട്ടിപ്പള്ളിയിലെ ഓപ്പോസിറ്റ് ഞാൻ പിങ്ങട്ടിട്ടുണ്ട്, ഞാൻ പിങ്ങട്ട്. ചട്ടിപ്പള്ളിയിൽ അടിക്കുന്ന ഒരു ബിൽഡിംഗ് അറിയാമോ? ചട്ടിപ്പള്ളിയിൽ അടിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് കുത്തിയിരിക്കുന്നത് അതൊക്കെ നിങ്ങളാണോ? അല്ലല്ല നമ്മള് മണ്ടേല് നമ്മളെങ്ങനെ വെളിയിൽ നിന്ന് അടിക്കട്ടെ. താഴെ പ്ലക്കാൻ വരാം. നീക്ക് താഴെ പ്ലക്കാൻ ഞാനും പുള്ളി ഇറങ്ങാം. ഞാനും പുള്ളി ഇവിടെ താഴെ ഇറങ്ങാം. ഇന്ന് പെട്ടെന്ന് പറ പറ. താഴെ കുത്തുമ്പോ നമുക്ക് താഴെ ഇറങ്ങാവേ. ഓക്കെ ഓക്കെ കുത്തിയാ. നമ്മളെല്ലാരും ഡ്രസ് വരെ, നമ്മളെല്ലാരും ഡ്രസ് വരെ, എല്ലാരും വന്ന് ഒന്നിച്ചിറങ്ങി എല്ലാരും നമ്മളെല്ലാരും ഡ്രസ് ഊര്. ഞാൻ പെങ്ക് ഡ്രസ് ആണ്, ഞാൻ വണ്ടി വരുന്നുള്ള ഡ്രസ് നമ്മുടെ ആരെങ്കിലും ഇവിടെ ബിൽഡിങ്ങിന്റെ മേളിലുണ്ടോന്നാ ചോദിക്കുന്നത്. മോളോട്ട് പുഷിപ്പോ പറ, നമ്മള് താഴെ പുഷ് ചെയ്യാം. ചേരോക്കട പുള്ളേ കേറാൻ ഹലോ എടാ കണക്ട് ചെയ്യണ്ട, മറ്റൊരു കണക്ട് ചെയ്യണ്ട ഈ സിറ്റുവേഷൻ കണ്ടിട്ട് സിറ്റുവേഷൻ കണ്ടിട്ട് ബ്ലീക്കല്ലേ അത് എന്താ വളച്ചടാ കളിക്കുന്ന ബ്ലീക്ക് നിങ്ങള്. ഹെൽമെറ്റ് ഇട്ടേ വണ്ടിക്ക് റെഡ് സൂപ്പർ. നിങ്ങൾ പിങ് ചുമന്ന മുടിയായിരിക്കും നമ്മളാണത്. നമ്മളെ എടാ എവിടെയാണ് സിറ്റുവേഷൻ? ഇല്ല നമ്മളുടെ കാര്യം ചുവന്ന മുടി ഇല്ലടാ. ഈ കേറിയാണ് നിങ്ങളാ? ഈ കേറിയാണ് നിങ്ങളാണോ? ഈ ഫ്രീ വണ്ടി നമ്മളെ ഫ്രീ വണ്ടി ഞങ്ങളാ. ഞാൻ കേറട്ടെ നമ്മളല്ലേ? പെണ്ണക്കാതെ അവരോടുള്ള ചെട്ടിപ്പിള്ളി ഞാൻ കേറട്ടെ. ചെട്ടിപ്പിള്ളി അല്ലടാ പറഞ്ഞ, ചെട്ടിപ്പിള്ളിന്റെ ഓപ്പോസിറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ.
ബാക്ക് അടിച്ചത് ഇത് ഞാൻ പറഞ്ഞില്ലടാ ഇല്ലാത്തിനടുത്തും ആർക്കായിരുന്നു പ്രശ്നം ഇതിനകത്ത്? പുള്ള ഈ പയ്യന് നാളെ പുള്ളേ വീഡിയോ കിട്ടാം ഓടിക്കോ. മിസ്റ്റർ എക്സ് ആണെങ്കിൽ എന്തുവാടാ മര്യാദക്ക് സംസാരിക്കല്ലേ? ഇല്ലടാ മിസ്റ്റർ പോയതല്ലേ ഇത് ഇവന്മാരല്ലേ വിറ്റ് തുടങ്ങിയത്? ഹലോ ഹലോ ഞങ്ങളിവിടെ അടി ഓട്ടനായിട്ട് വന്ന സിറ്റിസണാ നമുക്ക് പഠിച്ചാലോടാ സൈഡ്. ഞാൻ ഇവിടെ എത്തി ഇഞ്ഞടിയുള്ളേ മുതുക്കില് ഓടി വാ വണ്ടി വയ്ക്കാൻ എടുത്തിട്ട് വാ. ഞാൻ നിന്റെ അച്ഛൻ അടിച്ചാലോ എന്ന് പറഞ്ഞ ഏഡിയോ കോൾ എടുത്ത് അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കുറ്റി, നിങ്ങൾ ഇവിടെ കുറ്റി, നമ്മൾ ഇറങ്ങി വന്ന് പണി. അത്രയുള്ളൂ. ഇതാണ് ഞമ്മ. എന്താണെന്ന് നമ്മക്ക് അറിഞ്ഞൂടാ. പുള്ള ഞാനെങ്ങനെയാവോ? അതല്ലേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ടെൻഷൻ പോയി. ഇതെന്താ വീഡിയോ എന്താ ഇവിടെ എല്ലാവരും ചത്തതിന്റെ കാരണം എന്താ? ലാസ്റ്റ് സൈഫർ ആണ്. ഏതാ കയ്യും പൊക്കി വന്നതാ. വീണ്ടും ആൾക്കാന് വെന്നുണ്ട്. വീണ്ടും ആൾക്കാന് വെന്നുണ്ട്. അക്കാണ്ട് മുണ്ടച്ചക്കളെല്ലാം പറഞ്ഞിട്ട് നമ്മളടിക്കും. വന്നപ്പോ തന്നെ നമുക്ക് എന്നെ ഒരു പന്നികേട് തോന്നി. ഒരു 10-15 പേരൊക്കെ ആയിട്ട് വന്നറിയാൻ നമ്മൾ ഇറങ്ങി ഓടി അവിടെ. അറിയത്തില്ല അണിയത്തില്ല. ഇവന്മാര് വെച്ചാൽ റേസിംഗ് കാർ ഇല്ല, ആഡോൺ കാറ്. റേസിംഗ് കാറിലൊക്കെ വന്ന് പിക്കാനൊക്കെ ആ വണ്ടി ഞാനും ഏത് വണ്ടിയാ ആ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതെ ആ കിടക്കുന്ന വണ്ടി. ആ വണ്ടി ഓടിക്കാൻ വയ്യല്ല. നമുക്ക് തന്നെ പൊട്ടിങ്ങമ്മ. നീ എന്നാ നേമോ ആണ് നേമോ. ഞാൻ ഇറങ്ങി, നീ ഇറങ്ങി. ഞാൻ തോന്നി പിന്നെ ഞാമാനം പൊങ്ങിയതാ. അറിയാന്നല്ലോടാ. അയ്യോ നെയ്മ് നെയ്മ്. കൊടുക്കണം. നിങ്ങളാരല്ലോ അത്? നിങ്ങളാരല്ലോ? എന്താ ബ്രോ എന്താ? നമ്മുടെ രണ്ട് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഗവൺമെന്റ് സ്കാമേഴ്സേ. തൊട്ട് അവനെ കണക്ട് ചെയ്ത് നടക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പോയപ്പോഴാണ് അവൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ മുക്കിൽ ജെറ്റ് ബിൽഡിംഗ് വാ പറഞ്ഞു. അങ്ങനെ വന്നപ്പോ നമുക്ക് എന്തോടെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ നിങ്ങളന്ന് അറിഞ്ഞില്ല. അതുകൂടാണ്ട് പ്ലേസ് ഇല്ല, പ്ലേഡ് ആളുടെ അടുത്ത് ചോദിച്ചു. ബ്ലേക്ക് ഡൗൺ ആയല്ലോ അവിടെ. എന്ത് സംഭവം എന്തുവാ അതല്ല ഞാൻ പറയട്ടെ. പറഞ്ഞോ. ഇന്നലെ ഒരു 40 കോടി നമ്മുടെ ഒരാളെ പറ്റി. ഓക്കെ. അപ്പൊ അതുപോലെ അവൻ 2-3 ദിവസം ഇങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഗവൺമെന്റ് ആണോ ചോദിച്ചിട്ടാണ് വന്നത്. ഇതുപോലെ ഒരു മെസ്സേജ് എന്റെ ജെറ്റ് ബിൽഡിങ്ങിൽ വരാൻ പറഞ്ഞു. അങ്ങനെയായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നലെ അവൻ പോയി. ഇന്ന് അവനാണ് കണ്ടത്. ഞങ്ങളോട് വേറെ 2-3 സിറ്റിസൺസ് ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മള് നിങ്ങളാണെന്ന് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ ഓടിച്ച് അത് കഴിഞ്ഞ് ബ്ലേക്ക് ഇല്ലേ, ബ്ലേക്ക് ഓടിണ്ടായിരുന്നു. അപ്പൊ ബ്ലേക്കിന്റെ അടുത്ത് ചോദിച്ചു ബ്ലേക്ക് അത് MR ആണോ ചോദിച്ചു. അപ്പൊ ബ്ലേക്ക് അല്ല, ഞങ്ങളുടെ ഇവിടെ ആരും ഇല്ല, റേഡിയോ ചോദിച്ചിട്ട് പറയാ പറഞ്ഞു. ബ്ലേക്ക് ആ സമയം കൊണ്ടാണ് അടിച്ചിട്ട്. ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ വന്ന എല്ലാം നമ്മളല്ല മണ്ടയിലുണ്ടായ നമ്മളല്ല. അയ്യോ ഇപ്പൊ വല്ല സത്യം പറയൂ. അല്ലല്ല ബ്ലേക്ക് ഒക്കെ ചത്ത വിടാ. നമുക്ക് റേഡിയോ കോളിട്ട് ഇവിടെ വന്നപ്പോ ആരും ഇല്ല. നമ്മുടെ അവിടെ ഏതോ ടീം വന്ന് അടിച്ചിട്ടിരിക്കുക. ആ അവര് പോയി അവരിവിടുന്ന് ലീവ് ആയി. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ആ മനസ്സിലായി. ഇന്നലെ നമുക്കും ഇവിടുന്ന് ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ജെട്ടി ബിൽഡിങ്ങിന്. ആ ഓക്കെ ശരി. Guys, we need to change our dress. Come on. എടാ ഡ്രസ് ചേഞ്ച് പെട്ടെന്ന്. GNR വരുമ്പോ നമ്മള് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവന്മാരൊക്കെ കൊന്നിട്ട് അവന്മാര് പോയി. ഓക്കെ അല്ലേ? ആ കൺവേർട്ട് ചെയ്യണ്ട പിന്നെ. പെട്ടെന്ന് പോയി ഡ്രസ് മാറ്റി പെട്ടെന്ന് വണ്ടി ചാപ്സ് കൂതി വണ്ടിക്കറ. നമ്മളിപ്പോ വന്നയാ, നിങ്ങൾ പോയിട്ട് മാറ്റിട്ടാ സാറേ ഞാൻ അവിടെ എല്ലാരും പൊക്കിപ്പിച്ചാലേ. എന്നാ ചാടി ഇറങ്ങി റീലോസിന് അടിച്ചേ. ഓ ആ ഇക്രോ ഡ്രസ് ചേഞ്ച്. അവന്മാര് സിറ്റിസന് അവന്മാരൊക്കെ എടാ ഇന്നലെ ടക്കായി കൂതിപ്പോ 40 കോടി പറ്റിച്ചോലോടാ. വേറെ പണിയൊന്നുമില്ല, ഇതന്നെ പണി. വേഗം ഗാങ് മാലിക് വെൽക്കം ടു സ്ട്രീം. നോ ലൈവ് നിർത്തി ഞാൻ. മാലിക്കേ വണ്ടി സീനില്ല വണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എടാ നമ്മള് വന്ന വണ്ടി ഇനി പാടില്ല അവിടെ എന്നുവെച്ചാ ആ മറ്റേ വണ്ടി ഇക്രു ഈ വണ്ടി ആരാ? ആ വണ്ടി ഇനി ഇങ്ങോട്ട് വരണ്ട. ബ്ലേക്ക് ഇവിടെ ഉണ്ട്. അയ്യോ എന്റെ ബ്ലേക്കിനെ കാല് ചെയ്ത് അടിച്ചു വന്നേ. സാറേ ഒന്ന് ഉള്ളിലുള്ള എല്ലാരും ഒന്ന് പെട്ടെന്ന് വെക്കുവോ? എല്ലാരും ഒന്ന് ഉള്ളിലുള്ള സിറ്റുവേഷൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ആരും കാണുന്നില്ലല്ലോ. നമ്മളല്ല അഴിച്ചത്, വേറെ ആരോ. അതിനുള്ളിലുള്ള എല്ലാരും പൊക്കാൻ പറയുന്നുണ്ടേ. ആ പൊക്ക് എടാ ബ്ലേക്ക് ആ പറഞ്ഞോ. ആ ബ്രോ ആണോ വിളിച്ച എന്നെ ഇപ്പൊ റേഡിയോയില്? ആ ഇത് ഞാനാ ബുള്ളോപ്പി. ആ എന്തൊരു ചെയ്യാനാ ഇവന്മാരെയൊക്കെ കൊണ്ട് നമ്മൾ എത്ര പൈസ പോയെന്നറിയാം. ഓ പറ എടാ നമ്മളെ ബ്ലേക്കിനെ കൊന്നറാവന്മാര് അവന്മാരെ പണ്ണാണ് കിട്ടിക്കഴിഞ്ഞാ. ആ എന്തോ പറയാൻ നോക്കി ബ്ലേക്കിനൊക്കെ കൊന്നേക്കുന്നടാ. ഇതാരാ നമ്മളെ ബ്രേക്കിന് അടിച്ചേ? പ്രണവ് വന്നിങ്ങ വരുമോ? മനസ്സിലായി പോരാ അതിന്റെ ഇടയൊക്കെ രൂപിക്കല്ലേ നീ. ഈ ഡ്രസ് ഇടാത്ത പയ്യ അവരെ കൂട്ടലതാ. ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നതല്ലേ. ഇത് നമ്മളെ കൂടെ ഇല്ലേ?
ആ എസ് ജെ എസ് ജെ ഞാൻ വിളിച്ചിട്ട് വന്നേടാ. എസ് ജെ നീ വിളിച്ചു തന്നെ ആ എസ് ജെ ആ അടിയിൽ ചത്തെന്ന് തോന്നുന്ന ആണ് ഞങ്ങൾ അടിക്കാൻ നിന്നിരുന്നവിടെ. എസ് ജെ അടിക്കാൻ നിന്നാ ഏയ് ആണ് ബ്ലേക്കിന് അടിച്ചെന്ന് തോന്നുന്നു. ഇല്ല ലാസ്റ്റ് അവിടെ നിന്ന് വന്നേണെന്ന് തോന്നുന്നു. അയ്യോ എസ് ജെ വിളിച്ച് മനസ്സിലായി. അപ്പൊ നീ അവരുടെ കൂടെ അല്ല. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ തക്കായി സത്യം. അല്ല ഇത് ആരൊക്കെയായിരിക്കും അടിച്ചത്? ഇതെന്താ സംഭവം? എന്താ? ഇതെന്തോ സംഭവം എന്താ ഇതെന്തോ സംഭവം അടിയുണ്ടെന്ന് പറഞ്ഞ് ശരിക്കും ആരോ ഇങ്ങോട്ട് doubt ആ. ആയിരുന്നു. ആ പുള്ളിയൊക്കെ ഇവിടെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഫസ്റ്റ് ഒരു ഗണ്ടിയിൽ ഇങ്ങനെ പറ്റി അതിന്റെ ഇതാണ് സംഭവം. ആ. നമ്മൾ 2 ദിവസം മുമ്പേ ഒരു കൂട്ടർ നമ്മളെ ഇങ്ങനെ സ്കാം ചെയ്തായിരുന്നു. ഓക്കെ എത്ര പൈസ നമ്മളൊരു 5 CR പോയി, പിന്നെ എനിക്ക് അറിയാവുന്ന ഒരാളെ 40 CR പോയി. അയ്യോ അപ്പൊ അത് പിടിക്കാനായിട്ടാണ് ഞാൻ 2 ദിവസം കൊണ്ട് അതിന്റെ പുറകെ നടക്കുവായിരുന്നു. ബാക്കി ഈ റെഡ് നാല് പത്തോടി ബ്രൗൺ ഷർട്ട്. ഹലോ ബ്രോ. ഹലോ ഹലോ. ഞാൻ അതിന്റെ പുറകെ നടക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ന് എക്സ്റ്റാറ്റിക് കണ്ട് ഞാൻ കണക്ട് ചെയ്ത് ജെട്ടി ബിൽഡിംഗ് വരാൻ പറഞ്ഞു. അവിടെ വന്ന് ഗണ്ണ് വെച്ചപ്പോ ഗണ്ണില്ല. അത് തരാൻ പറ്റില്ല. എനിക്ക് അവരങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റില്ല. കാരണം എനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് തിരിച്ചോടിക്കാം. കൊണ്ടാ കുത്തിയത്. ആ അപ്പൊ നിങ്ങളൊരു ഗ്യാങ് വണ്ടി കണ്ട് അപ്പൊ ബ്ലേക്ക് എന്തോ അടിക്കാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ബ്ലേക്ക് നിങ്ങൾ വിളിച്ചത് നോക്കുന്ന ഫയറിംഗ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ എന്തോ സിറ്റുവേഷൻ കാണാൻ വേണ്ടി വന്നേ. ഞാൻ അതാ ചോദിക്കുന്നത് സിറ്റുവേഷൻ ചോദിക്കുന്നത്. ഞാൻ ബ്ലേക്കിന്റെ അടുത്ത് പറഞ്ഞു, ബ്ലേക്ക് നിങ്ങളെ കൂടെ ഉള്ള ആരെങ്കിലും ആണോ ഇതിന്റെ മണ്ടയ്ക്കോട്ട് ഓടി കയറിയത്? റേഡിയോയിൽ ചോദിക്കുന്നുണ്ട് റെസ്പോൺസ് കിട്ടുന്നില്ല. മാറിയത് അഹമ്മദ് താങ്ക് യു ഫോർ ദ 500 rupees ബ്രോ. താങ്ക് യു സോ മച്ച്. അവര് മോളിൽ നിന്ന് അടിച്ച് ഒരാളെ ഡൗൺ ആക്കി വണ്ടിക്കകത്ത്. ആഫിഫ് ബ്രോ ഷെയ്ക്ക് പറഞ്ഞു ചെയ്തു. അത്ര ഉള്ളു ഷെയ്ക്ക് പറഞ്ഞു ചെയ്തു പറഞ്ഞിട്ടൊരു 500 rupees ഇട്ട് പൊന്നു. മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ല അവരൊക്കെ പോയെന്ന് തോന്നുന്നു. നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാ കാണാൻ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് അറിയുന്നവരല്ലാണോ? നിങ്ങൾക്ക് അറിയുന്നവരല്ല. ശബ്ദമാണ്. ശബ്ദം മാത്രമേ എനിക്ക് അറിയൂ. ഏത് ശബ്ദം ഇങ്ങനെ? ഒരു തോമേന്റെ സൗണ്ട്. തോമേന്റെ ഇത് നമ്മളെ തോമയാ? അല്ല അല്ല അവനല്ല. ഏത് കേവില് തോമയാ? അവനല്ല, അവന്റെ പോലത്തെ ഒരു സൗണ്ടാണ് സംസാരിച്ചിരുന്നു. തോമയല്ല. ഓ നിങ്ങളെ ഏതായി തോമ? വാട് തോമ അങ്ങനെ. ആ അയ്യോ അഫീർ ഒന്ന് പറയട്ടോ. വലിയ പ്രശ്നമായിരുന്നു ഇവിടെ. ഇയാളിത് ആരോട്? ഞാൻ കത്തി കേട്ടാ. ഞാൻ കത്തി മയിരി സെറ്റപ്പ് പുറത്ത് വന്നത്. എന്നിട്ടാണ് നമ്മൾ അടിച്ചത്. ചാടിയിട്ട് പുറത്ത് നിന്നിട്ട് നമ്മളടിച്ചത്. അയ്യോ